പെങ്ങളെ ഈമാൻ ഉറപ്പിക്കു പെങ്ങള്, ഈമാൻ ഉറപ്പിക്കു പെങ്ങള്. ഈമാൻ ഉറച്ചു കഴിഞ്ഞാ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും പോവുകയാണ്, നിന്റെ സ്വഭാവം മാറുകയാണ്, നിന്റെ ദുസ്വഭാവങ്ങൾ മാറുകയാണ്, സീരിയൽ കാണുന്ന സ്വഭാവം മാറുകയാണ്, ഫേസ്ബുക്കിൽ കേറുന്ന സ്വഭാവം മാറുകയാണ്, ഏത് തലയ്ക്ക് പിടിച്ച പ്രാന്തും മാറും പെണ്ണ്. അല്ല കേറിയാ നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. നിനക്ക് സുലൈഖ ബീവിയുടെ ചരിത്രം വല്ലാത്ത ഇഷ്ടമാണല്ലോ. സുലൈഖ എന്ന് പറയുന്ന ഈജിപ്തുകാരിയെ നിനക്ക് മറക്കാൻ കഴിയില്ലല്ലോ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് വാതിലടച്ചിട്ട് യൂസുഫിനെ കെട്ടിപ്പിടിച്ചിട്ട് സുലൈഖ യാചിക്കുന്നു, യൂസുഫേ എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ. തന്റെ മാറിടത്തിലേക്ക് യൂസുഫിനെ ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരി പടച്ചവനെ അവിടെ നിന്ന് യാചിക്കുകയാണ്. ആരും കാണില്ലടാ യൂസുഫേ, ആരും അറിയില്ലടാ യൂസുഫേ. യൂസുഫിനോട് പറയുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി കാലമഅദല്ലാ സുലൈഖ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. നീ സുലൈഖയുടെ ചരിത്രം പഠിച്ചവളാണ്. ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോ പടച്ചവനെ വർഷങ്ങളോളം യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ജയിലറയ്ക്കകത്തിട്ട് അടച്ചിട്ടവളാണ്, ജയിലറയിൽ പിടിച്ച് അടച്ചിട്ട് വൈരാഗ്യം തീർത്തവളാണ് സുലൈഖ. എന്നാ ചരിത്രം അത്രയല്ലേ നിനക്കൊക്കെ അറിയൂ, നിനക്കത്രയല്ലേ അറിയൂ. പ്രേമിച്ച സുലൈഖ, കേറി പിടിച്ച സുലൈഖ അത്രയല്ലേ നിനക്കറിയൂ. എന്നാൽ ആ ചരിത്രത്തിനൊരു അവസാനമുണ്ട് പെങ്ങള്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഖ ബീവിയെ യൂസുഫ് നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചു. പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കഥയാ യൂസുഫ് നബിയുടെയും സുലൈഖയുടെ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രേമിച്ച് കയറി പിടിച്ച കഥ പറയുമ്പോൾ താത്താമാരൊക്കെ ഭയങ്കര ഉത്സാഹവാ. എന്നാൽ നിനക്ക് അത്രേ അറിയത്തുള്ളൂ. എന്നാൽ ആ ചരിത്രത്തിന്റെ അവസാനം നിനക്കറിയോ? കിട്ടാതെ വന്നപ്പോൾ യൂസുഫ് നബിയെ വൈരാഗ്യം തീർക്കാൻ ജയിലിലടച്ചു, വർഷങ്ങളോളം കടന്നു. അവസാനം ജയിൽ മോചിതനായി നിരപരാധിത്വം തെളിയിഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി ഈ സുലൈഖയെ വിവാഹം കഴിച്ചു. ഈ സുലൈഖയെ വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് മണിയറയ്ക്കകത്ത് ചെന്നപ്പോൾ സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കുന്നില്ല. യൂസുഫ് നബി ചോദിച്ചു, സുലൈഖ അള്ളാഹു ഹറാമാക്കിയ സമയത്ത് എന്നെ നീ കയറി പിടിച്ചവളാ. അല്ല എന്നെ ഹറാമാക്കിയ സമയത്ത് നിന്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് വിളിച്ചു കയറിയിട്ട് ഒരു ഉമ്മയ്ക്ക് വേണ്ടി യാചിച്ചവളാ നീ. ഇന്ന് നീ എൻ്റെ ഭാര്യയാണ്, നമുക്കെന്തും ചെയ്യാം. എന്തു പറ്റി സുലൈഖ നീ സഹകരിക്കാത്തത്? എന്തുകൊണ്ടാണ് നീ സഹകരിക്കാത്തത്? സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, യൂസുഫേ അന്ന് എൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രേമമായിരുന്നു, നിന്നോടുള്ള ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചേ. പക്ഷെ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നീയല്ല യൂസുഫേ, അള്ളയാ. ഇന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് യൂസുഫേ നിന്നോടുള്ള പ്രേമവോ പ്രണയമോ ഒന്നുമല്ല. ഇന്നെൻ്റെ ഹൃദയം നിറയെ അള്ളയാ യൂസുഫേ, നിന്നോട് സഹകരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാണ് അള്ളാഹ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ള കയറിയ പിന്നെ അള്ള മതി, പിന്നെ പടച്ച റബ്ബ് മതിയടോ. ബാക്കി എല്ലാത്തിനെയും നമുക്ക് ഭയം മാറും, ബാക്കി എല്ലാത്തിനോടുമുള്ള ആഗ്രഹം മാറും. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെ ഈമാൻ ഉറച്ചവരാ കിടക്കുന്നേ, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയവരാ കിടക്കുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഒന്നാമത്തെ യോഗ്യത അവരുടെ ഈമാൻ ഉറച്ചു. 2, ഖുർആൻ പറയുന്നു, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് നിരാശയില്ല, അവർക്ക് സങ്കടമില്ല, അവർക്ക് ദുഃഖമില്ല. എന്തു നഷ്ടപ്പെട്ടാലും അള്ളാഹുടെ തീരുമാനം. അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് സങ്കടമൊന്നുമില്ല. പടച്ചവൻ എൻ്റെ കച്ചവടം പോയല്ലോ. മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി, മഹാനവരുടെ അടുക്കൽ വലിയ സമ്പന്നനായിരുന്നു.
ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി, നിങ്ങളുടെ ചരക്ക് കപ്പൽ മുങ്ങിപ്പോയി. മഹാനായ ഗൗസുൽ ആലമിൻ്റെ മുഖത്ത് ഒരു മാറ്റവും ഇല്ലടോ. ലക്ഷങ്ങൾ കോടികൾ വരുന്ന ചരക്ക് കപ്പൽ മുങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോ ഒരു മാറ്റമില്ല ആ മുഖത്ത്. ആ പന്ന് പറഞ്ഞ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കപ്പലല്ല വേറെ ഒരാളുടെ കപ്പല. അപ്പോഴും മുഖത്തൊരു മാറ്റമില്ല. ഇടോ, അള്ളാഹുവിൻ്റെ തീരുമാനം വന്നാൽ എന്തു വന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷണം, അത് രോഗമാണോ, അത് ദുഃഖമാണോ, അത് കടമാണോ, അത് പ്രയാസമാണോ, എന്തുമാകട്ടെ അള്ളാഹുവിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കില്ലാതെ പോയത് അവിടെയാ. ഉസ്താദെ, ഞാൻ പള്ളിക്ക് കൊടുക്കുന്നതല്ലേ, 5 നേരം നിസ്കരിക്കും, ഏത് വഴുതിന് പോയാലും ഞാൻ സദക്ക കൊടുക്കും, എന്നിട്ടും എനിക്ക് അള്ളാഹു ക്യാൻസർ തന്നില്ലേ, എന്നിട്ടും അള്ളാഹു എനിക്ക് രോഗം തന്നില്ലേ, എനിക്ക് മക്കളെ തന്നില്ലല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിക്ക് നിൽക്കുന്നവനാ, എന്തേ ഉസ്താദ് എൻ്റെ കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തത്? നമുക്കിങ്ങനെ സങ്കടം പറച്ചലാടോ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? ചൂരിലെടുക്കണോ? ഈമാൻകാരി എത്ര എണ്ണം ഉണ്ട്? 5 ആണോ 6 ആണോ 7 ആണോ? എത്ര ഉണ്ട്? 6 എണ്ണം. എന്താ ഒന്ന് പറഞ്ഞേ? ഒന്ന്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ബക്കറ്റും കൊണ്ട് ബാ, ഞാൻ എടുത്തോളാം, എവിടെ ഇരി, ഈമാൻ കാര്യം പഠിക്കാം, ബാ. പാവോടോ, ഇന്നലെ മുതൽ കിടന്ന് വിളിയാ സാധു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. വേറൊന്നുമല്ല പ്രസിഡന്റ്, അദ്ദേഹം എന്താ ചെയർമാനെ, എനിക്ക് പേടിയാ. ഈ ബക്കറ്റ് എടുക്കുമ്പോൾ ഓടുന്നൊരു വിഭാഗമുണ്ട്, അവർ വയത് കേൾക്കട്ടെ. അവർ ബക്കറ്റ് എടുക്കുമ്പോൾ തീരുമാനിക്കളിയാ, ബക്കറ്റ് എടുക്കുമ്പോൾ പോകാം. രണ്ടാമതൊരു ടീമുണ്ട്, പിരിവ് തുടങ്ങുമ്പോൾ പോകാം. മൂന്നാമത്തെ വിഭാഗം ദുആ ചെയ്തിട്ട് പോകാം. അള്ളാഹു ആ മൂന്നാമത്തതിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഒന്ന്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. 6-മത്തത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നിനക്ക് അള്ളാഹിനെ വിശ്വാസമുണ്ട്, മലക്കുകളെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6-മത്തെ കാര്യത്തിൽ വിശ്വാസം ഉറച്ചിട്ടില്ല. 6-മത്തെ കാര്യം എന്താ? ദുഃഖവും സന്തോഷവും ആരുടെ ഭാഗത്ത് നിന്നാ? പറഞ്ഞു, ആരുടെ ഭാഗത്തു നിന്നാ? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ദുഃഖവും സന്തോഷവും ഉണ്ടാകുന്നത് എന്ന് നീ വിശ്വസിച്ചാലേ നിന്റെ ഈമാൻ ഉറയ്ക്കൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ അവിടെ വരുമ്പോൾ നമ്മൾ പതറും. അവിടെ വരുമ്പോഴാ പതറിപ്പോയേ. അവിടെ വന്നപ്പോൾ നമ്മൾ പതറിപ്പോയി. പടച്ചോനെ, എനിക്ക് അള്ളാഹു തന്നില്ല, അവന് മാത്രം കൊടുത്തു, അവന് കച്ചവടമുണ്ട്, അവന് മക്കളുണ്ട്, അവന് വീടുണ്ട്, അവന് കാറുണ്ട്, എനിക്കൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ നെറ്റിയിൽ എഴുതിക്കൊണ്ട് നടക്കുക നമ്മുടെ പ്രയാസങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. സുഖമല്ലേ? സുഖമല്ലേ? ആന്ന്. എന്താന്ന് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ പാ തുറന്ന് കാണിക്കുക, പല്ലുവേനയാന്ന്. ഇതാ പറഞ്ഞ വഴുത് കേട്ടിട്ട് കാര്യമൊന്നും ഇല്ലാന്ന്. വഴുത് കേട്ടിട്ട് ഒരു കാര്യമില്ല ചങ്ങായിമാരെ. ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് വഴുത്? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി, നിനക്ക് സുഖമാണോ? ആ സഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാ ഖൈർ. എന്താ മറുപടി പറഞ്ഞേ? ഉറക്കപ്പുറം എന്താ മറുപടി പറഞ്ഞേ? ആ മറുപടി കേട്ടപ്പോ നബിതങ്ങൾ ഒരൊറ്റ ദുആ, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ മനുഷ്യന്റെ മറുപടി കേട്ടപ്പോൾ തന്നെ നബിതങ്ങൾ ദുആ ചെയ്തു. എന്ന രണ്ടാമതൊരെണ്ണം പുറകെ വരുന്നുണ്ട്. ഓനോടും ചോദിച്ചു, സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞു ആ ചങ്ങാതി. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സുഖമാണ് ഖൈർ നബിയെ, സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. ഒരൊറ്റ മറുപടി. അപ്പം നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി തന്നെ ചോദിച്ചു, അതെന്തേ നബിയെ, എനിക്ക് ബർക്കത്തില്ലേ, എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യമാ ചോദിച്ചത്, എനിക്കെന്ത് ദുആയില്ലേ എന്ന്. നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? എനിക്ക് തോന്നിയതാണോ? സുഖമാണോ? എന്തേ ആദ്യം എവിടെ പോയിരുന്ന നീ?
അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ത് പറയണമെന്ന്, അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് എന്ന് അറിയാം. ഞങ്ങൾക്കുള്ളതാണെന്ന വിചാരമില്ലേ? അറബികൾക്കുള്ളതല്ലേ? അറബികൾക്ക് ഉസ്താദന്മാർക്കോ? എൻ്റെ പൊന്നാര ചങ്ങാതി, ഇത് പറഞ്ഞാൽ നിനക്ക് നഷ്ടം വല്ലതും ഉണ്ടോ? ലാഭമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം, നിൻ്റെ കൂട്ടുകാരൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കണ്ടേ, അളിയ എങ്ങനെയുണ്ടോടാ കച്ചവടമൊക്കെ? എന്തിനാ അളിയ ഗൾഫിൽ പോകുന്നേ? ഓൻ ചോദിക്കുക, എന്തിനാ ഗൾഫിൽ പോകുന്നേ? എന്തൊരു വരുമാനം എന്നറിയോ? അൽഹംദുലില്ലാ, മാസം എന്ത് വരുമാനം, ദിവസം നല്ല കാശ. ഗൾഫിലൊക്കെ എന്തിനാ അളിയ പോകുന്നത്? ഇത് പോരേന്ന്. അപ്പം ഈ ചോദിച്ചവൻ ചിന്തിക്കും, പടച്ചവനെ, ഓരോ മനുഷ്യന്മാർ തെക്കു വടക്ക് നടക്കാവൊന്നുമില്ലാതെ ഇവന് മാത്രം ഇത്ര വരുമാനം എവിടുന്ന അള്ളാന്ന്. പിന്നെ തകട് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പറ, വല്ല കാര്യമുണ്ടോ? നീ നിൻ്റെ നാവ് സൂക്ഷിക്കണം. ഈ താത്താനോട് ചോദിക്കുന്ന, എങ്ങനെയുണ്ട് ഇവിടെ? എന്താ വിളിക്കുക ഭർത്താവിനെ? മച്ചാന്നുണ്ട്, കാക്കാന്നുണ്ട്. ഭാര്യ ഭർത്താവിന് എന്താടോ വിളിക്കുന്നത് ഇവിടെ? ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നില്ലേ? എന്താ വിളിക്കണേ? എന്താ ഇച്ചാന? കാക്ക. ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ഒരു ഭാര്യ വിളിക്കുന്നു, എടായിങ് എടുക്കടാന്ന്. പ്രേമിച്ച് കെട്ടിയതാ. ചിരി, നീയൊക്കെ ചിരിച്ചോ? നല്ല ചിരിച്ചോ? എടായിങ് എടുക്കടാന്ന്. പ്രേമിച്ച് കെട്ടിയാലുള്ള ഗുണവതാ. പ്രേമിച്ച് കെട്ടിയ എടാ വാടാ പോടാ ബന്ധമാണല്ലോ. ചില പെണ്ണുങ്ങൾ പേര് വിളിക്കത്തില്ലേ ഭർത്താവിനെ? വിളിക്കൂലേ? ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ പേര് വിളിക്കും. നല്ല സ്വഭാവം കേട്ടോ. ഉമ്മാനെ എന്താ വിളിക്കണ നീ? വാപ്പാനെ എന്താ വിളിക്കണത്? എൻ്റെ പേര് സിറാജ്. എൻ്റെ മോൻ എന്നെ കാണുമ്പോൾ സിറാജ് വാപ്പ എന്ന് വിളിക്കണം. എന്താ വിളിക്കണ്ടേ? എടാ, ഒന്നീ സിറാജ് എന്ന് വിളി, അല്ലെങ്കിൽ വാപ്പാന്ന് വിളി. ഒന്നീ നിൻ്റെ ഉമ്മാനെ ഖദീജ എന്ന് വിളി, അല്ലെങ്കിൽ ഉമ്മാന്ന് വിളി. രണ്ടും കൂടെ പാടില്ല. എൻ്റെ പെണ്ണെ ഒരാൾക്ക് അല്ലാഹു ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. വാപ്പ, ഉമ്മ, ഗുരുനാഥൻ, ഭർത്താവ്, കാരണവന്മാർ, ഇതൊക്കെ അല്ലാഹു കൊടുത്ത ഒരു ആദരവാണ്. ആ ആദരവ് കൊടുക്കണം. ഭർത്താവിൻ്റെ പേര് പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ എന്നാ വിളിക്കുക. നിങ്ങൾ കുട്ടികളുടെ ഉപ്പ, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാഹു ആലം. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ബഹുമാനിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അല്ലാഹുവേ, ഇപ്പം നീ കാക്കണേ പടച്ചോനെ. ആമീൻ പറ. ഇത് കണ്ടല്ലേ എടാ വാടാ പോടാന്ന് ഈ കുട്ടികൾ ഇത് കണ്ടാ വിളിക്കണേ. അവൻ വാപ്പാനെ വിളിക്കണേ ഗെയ്സ് 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 എന്നാ വിളിക്കാം. കുട്ടികളൊക്കെ ഗെയ്സ് എന്നാ വിളിക്കുക. എന്താ അതിൻ്റെ അർത്ഥമെന്ന് എനിക്കിതുവരെ തിരിഞ്ഞിട്ടില്ല. പിന്നെ ചെറുപ്പക്കാരൊക്കെ നല്ല മക്കളാട്ടോ. ഞാൻ വഴുത് കഴിഞ്ഞ് പോയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി ദോശ തിന്നാൻ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വഴുത് കഴിയുമ്പോൾ എനിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാൻ വഴുത് കഴിഞ്ഞ് പോയപ്പോൾ ഒരു കടയിൽ കയറി ജുബയും തൊപ്പിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ചിരിക്കാൻ പറഞ്ഞതല്ല. ഇവന്മാരിനി നമ്മളെ എന്തൊക്കെ വിളിക്കും അല്ലാഹ് നലിച്ചിക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. നിന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. ആയിഷ ആമിനാനടിക്കുന്നു, എങ്ങനെയുണ്ടടി? ഒന്നുമില്ലടി, ഈ കാര്യമൊക്കെ വലിയ കഷ്ടത്തിലാടി, ജീവിതമൊക്കെ ഇങ്ങനെ എല്ലാം പോയി തട്ടിയും മുട്ടിയും ഇങ്ങനെ പോണം. അപ്പോൾ ഓള് വിചാരിക്കും ഇവളെത്തിങ്ങാനേലായല്ലോ എന്ന്. ഒരു സന്തോഷം. എന്നാൽ മറിച്ച് കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. ഉണ്ടെന്നുമില്ല, ഇല്ലെന്നുമില്ല. അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? പൈസയൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ടോ? ചോദിക്കുമ്പോൾ തരണം കേട്ടോ. ഇനിയില്ലെന്ന് പറയരുത്. ഉണ്ടെന്നെല്ലാം സമ്മതിച്ചല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എടാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രയാസങ്ങൾ വരും. നമ്മൾ പ്രയാസം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നെഞ്ചത്തടിച്ച് വിളിച്ചിട്ട്, എടാ ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ബിസ്മില്ലാ ചങ്ങയുടെ പേരെന്താ? ഇപ്പം നമ്മുടെ കിഡ്നി വയ്യ അടക്കണേ ഇസ്മായിലിക്ക, സുലൈമാനിക്ക, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. സുലൈമാനിക്ക ഞാനിപ്പോൾ കാണാൻ പോയി. ആ ചങ്ങാതിയുടെ ഭാര്യ മരിച്ചിട്ട് 10-16 വർഷമായി. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇപ്പം അദ്ദേഹം കിഡ്നി രോഗിയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ കരയണെന്തിനാ? നിങ്ങൾക്ക് എന്താ പേടിക്കണ്ടേ? കണ്ണ് കാണത്തില്ലേ? ചെവി കേൾക്കത്തില്ലേ? കാലിന് സ്വാധീനമില്ലേ? സംസാരിക്കാൻ പറ്റണില്ലേ? ഇന്നെന്താ കുഴപ്പമെന്താ? എടോ, അസുഖം വന്നതിൻ്റെ പേരിൽ ആരും മരിക്കാറില്ല. സമയമായ ആരായാലും പോകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഡേറ്റ് ചോദിച്ചപ്പോൾ ഒരു വല്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. ഡേറ്റിന് വേണ്ടി വിളിച്ചപ്പം, ഉസ്താദേ എൻ്റെ അവസാനത്തെ ആഗ്രഹം ഒരു ഡേറ്റ് തരണേന്ന്. വല്ലാത്ത ചോദ്യമായിപ്പോയി. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ അല്ലാഹുവിൻ്റെ തീരുമാനം നിലവിളിച്ചാൽ റെഡിയാവോ?
നിലവിളിച്ച റെഡിയാവോ? എന്തു വന്നാലും അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? ഉറക്കപ്പറ എന്തു പറയണം? നിനക്ക് മാരക രോഗമാണ്, നിനക്ക് ക്യാൻസർ ആണെന്ന് റിസൾട്ട് വന്നു, എന്തു പറയണം? സ്കൂളിൽ പരീക്ഷ എഴുതിയിട്ട് 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, എന്തു പറയണം? കല്യാണം മുടങ്ങി, എന്തു പറയണം? ഇങ്ങാർക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എടാ, ആരെങ്കിലും ഇതൊക്കെ ഉണ്ടായാൽ അൽഹംദുലില്ലാ പറയോ? രോഗം വന്നാൽ അൽഹംദുലില്ലാ പറയോ? എടാ പൊന്നാര ചങ്ങാതി, അൽഹംദുലില്ലാ പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് സംഭവിച്ചാലും എന്ത് പറയണം? അൽഹംദുലില്ലാ. ജോലി പോയാൽ അടുത്തത്, പെണ്ണും പിള്ള പോയാൽ അടുത്തത്, എന്ത് വന്നാലും എന്ത് ചെയ്യാ? പോയി അതങ്ങനെ തന്നെ വിട്ടേക്കണം. പോയി അടുത്തത് അൽഹംദുലില്ലാ. പക്ഷെ അങ്ങനെ പറയണമെങ്കിൽ എല്ലാവർക്കും പറ്റൂല. ഞാനൊരു ഹദീസ് പറയാം. ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് സങ്കടം വന്നാലും നിങ്ങൾ അൽഹംദുലില്ലാ പറയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറ. അൽഹംദുലില്ലാ ഉറക്കെ പറ. ഇങ്ങനെ പറയാൻ മനസ്സുണ്ടാകണമെങ്കിൽ ഇല്ലാ യല്ലമൽ ജസാഉ മഅ യല്ലമൽ ബലാ. ഇങ്ങോട്ട് നോക്ക്, ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ടോ? ഇല്ലേ? നിങ്ങളെന്താ വായും തുറന്നിരിക്കുന്നു? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. എടാ, ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ടോ? ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. അപ്പം നിനക്കിപ്പോൾ ദുഃഖമാണെങ്കിൽ നീ എന്ത് മനസ്സിലാക്കണം? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. എങ്ങനെ? നീ ഇപ്പൊ ദുഃഖത്തിലാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ആ ദുഃഖം. അപ്പം എന്തു പറയണം? അൽഹംദുലില്ലാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? അതുപോലെ മനസ്സിലാക്കേണ്ടത് ഒരു ഇറക്കം കഴിഞ്ഞാൽ ഒരു കയറ്റവുമുണ്ട്. സൂക്ഷിക്കണം. ഒരു സന്തോഷത്തിൻ്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട്, ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ ഒരു സന്തോഷവുമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഒരുപാട് നല്ല നല്ല ആഗ്രഹത്തോടെയാണ് അവർ കടന്നു വരുന്നത്. എല്ലാവരും ഒരു സദക്കയെടുത്തോ, പടച്ചവനെ ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളുടെ ഒരാളുടെ 5 നയാ പൈസയും അല്ലാഹുവിന് ആവശ്യമില്ല. പക്ഷേ കൊടുത്താ നിനക്ക് പ്രയോജനമാണ്. ചെറുപ്പക്കാരാ, അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. അപകടങ്ങളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. ഏത് പ്രശ്നത്തിനും സദക്ക പരിഹാരമാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, ഉള്ളത് കൊടുക്കടോ. എന്തെല്ലാം അപകടങ്ങൾ പടച്ചവനെ. ഓരോ ദിവസവും നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര അപകടങ്ങൾ കാണുന്നവരാണ്, ദുരന്തങ്ങൾ കാണുന്നവരാണ്. പടച്ചവനെ, പേര് പോലും ഇല്ലാത്ത രോഗങ്ങൾ പടരുകയാണ്. പെങ്ങളെ, എന്തെല്ലാം രോഗമാ പടച്ചവനെ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ചെന്നപ്പോ ഒരു പൊന്നുമോളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. കണ്ണ് നിറഞ്ഞു പോയി. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് നീ ശിവ കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോളോട് നീ കരുണ കാണിക്കണേ അല്ലാ. പെങ്ങളെ, എന്തെല്ലാം രോഗങ്ങളാണെന്നറിയോ? ഒരുപാട് ഉമ്മമാരുണ്ട് ഉസ്താദേ, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും എൻ്റെ രോഗം മാറുന്നില്ല. മരുന്ന് പറഞ്ഞു തരട്ടെ, രോഗം മാറാൻ ഒരു മരുന്ന് പറഞ്ഞു തരട്ടെ. നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവര്
സദക്ക കൊടുത്ത് ചികിത്സിക്കുമടോ. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തിടുമ്പോ റബ്ബിനോട് പറയണം, ക്യാൻസറോ ട്യൂമറോ, അള്ളാഹുവേ കിഡ്നി രോഗമോ ലിവർ രോഗമോ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയടേ തമ്പുരാര്, അറുത്തു മുറിക്കല്ല തമ്പുരാര്, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല പടച്ചവര്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ. നല്ല നീയത്തോടെ ഒരു സദക്ക കൊടുക്കൂ റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. വെറും കയ്യോടെ മടക്കല്ലേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വീകരിക്കണേ തമ്പുരാന്, സ്വീകരിക്കണേ തമ്പുരാന്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് വഅദുകൾ കാമെന്നവരോട് പറയുകയാണ്, നമുക്കെന്തെങ്കിലും പ്രയാസം വന്നാ വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത നിരാശയാണ്, നഷ്ടപ്പെട്ടു പോയതിന് വല്ലാത്ത വേദനയാണ്. എന്നാ ഈ മക്കാമിന്റെ അകത്ത് കിടക്കുന്ന ഔലിയാക്കന്മാർക്ക് അങ്ങനെ ഒരു സങ്കടമില്ലടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന് വല്ലാത്ത വേദനയാ. ഉർവതങ്ങളുടെ കാലിന്റെ വിരലിന് വല്ലാത്ത വേദനയാ. വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങള് ഇതിത്തിരി പ്രയാസമാ, ഇതിത്തിരി പ്രയാസമാ, പഴുപ്പ് തുടങ്ങുന്നു തങ്ങള്, വിരല് മുറിച്ചു മാറ്റണം തങ്ങള്. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല, ഉർവതങ്ങള് തയ്യാറായില്ല. പടച്ചവനെ, കാലിന്റെ വേദന കൂടുകയാണ്. രണ്ടാമത് വൈദ്യന്മാര് പറഞ്ഞു, പഴുപ്പ് വ്യാപിച്ചു തുടങ്ങിയിരിക്കുകയാണ്, കാൽപ്പത്തി മുറിച്ചു മാറ്റണം. ഉർവതങ്ങള് തയ്യാറായില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു, കാല് മുഴുവനും പഴുപ്പായി, ആ കാൽപാദം മുഴുവനും പഴുപ്പായി. വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ കാട വെച്ച് മുറിക്കണം തങ്ങള്. അതാ, ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കൂ, ഈ കാല് മുറിക്കാനൊന്ന് സമ്മതിക്കൂ. അവസാനം ഒരു വഴിയുമില്ലാതെ ഉർവതങ്ങൾ സമ്മതിക്കുകയാണ്. അങ്ങനെ വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വന്നടാ ചെറുപ്പക്കാരാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് കടന്നു വന്നു. കള്ള് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാറ്, കള്ള് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാറ്. ഉർവതങ്ങൾ പറഞ്ഞു, എന്തിനാ ഞാനിത് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുമ്പോ വല്ലാത്ത വേദനയാണ്, അനശേഷയില്ല, മരവിപ്പിക്കലില്ല, ഒരു മരുന്നും കൊടുക്കാറില്ല. കാല് മുറിക്കുമ്പോ വല്ലാത്ത വേദനയാണ്. അതുകൊണ്ട് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്പമൊക്കെ സഹിക്കാൻ പറ്റും തങ്ങള്. ഉർവതങ്ങൾ പറഞ്ഞു, കള്ളില് ശിഫയില്ല, മരിച്ചാലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാര് ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റുന്നത്? നിങ്ങളുടെ കാലെങ്ങനെ മുറിച്ചു മാറ്റാനാണ്? വൈദ്യന്മാര് സങ്കടം പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാ. നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ. ഉർവതങ്ങൾ പറഞ്ഞു, ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ. ഞാൻ ഒതുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാ. ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. ഉർവ റളിയല്ലാഹു തആല അൻഹു ഒന്നുവെടുത്തിട്ട് നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുകയാണ്, അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്, അവിടുന്ന് സൂറത്ത് ഓതുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അബിൻ ഖുസ്മിനുഹു ഖലീലാ
സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് നിസ്കാരം തുടങ്ങുകയാണ്. വൈദ്യന്മാർക്ക് മനസ്സിലായി നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന്. എടാ ചെറുപ്പക്കാരാ, നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ വെട്ടിമുറിച്ചടാ. സിനിമാ കഥയല്ല പറയുന്നത്. ഉർവ റളിയല്ലാഹു തആല അൻഹു നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്, ആ പച്ചയായ ഒരു മനുഷ്യന്റെ കാലുണ്ടല്ലോ അവിടുന്ന് വെട്ടിമുറിക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ, അറിഞ്ഞില്ല ഉമ്മ. നമസ്കാരത്തിലാട് രക്തം നിൽക്കുന്നില്ല. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിൽക്കുന്നില്ല. വൈദ്യന്മാരെന്തു ചെയ്തെന്നറിയോ? പെട്ടെന്ന് രക്തം നിൽക്കാ സയ്യിദെണ്ണ തിളപ്പിക്കുകയാ. സയ്യിദെണ്ണ തിളപ്പിക്കുകയാ. ആ തിളച്ച എണ്ണ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് മുക്കുകയാ. തിളച്ച എണ്ണ മുക്കിയിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹു ഉർവതങ്ങൾ അറിഞ്ഞില്ലടോ. തിളച്ച എണ്ണ കാലിലേക്ക് മുക്കിയിട്ട് പടച്ചവനെ ഉർവതങ്ങൾ അറിഞ്ഞില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്താ ഓതുന്നത്. നരകത്തിനെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ഓതുമ്പോ അല്ലാഹുവേ തിളച്ച എണ്ണ മുക്കിയിട്ട് മുറുപതങ്ങൾ അറിഞ്ഞില്ല. അവസാനം ബോധം കെട്ടു വീണടോ. വൈദ്യന്മാര് മരുന്നൊക്കെ വെച്ച് കെട്ടി. എല്ലാവർക്കും വല്ലാത്ത സങ്കടമായി. കാല് മുറിച്ചതറിഞ്ഞിട്ടില്ല. ബോധം വരുമ്പോ ആരാ പറയുന്നത്? ബോധം വരുമ്പോ ആരാ പറയുന്നത് കാല് മുറിച്ചു മാറ്റിയെന്ന്? ഉർവതങ്ങൾക്ക് സങ്കടമാകുമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ വൈദ്യന്മാരൊരുമിച്ച് നിൽക്കുമ്പോ അതാ ഒരു കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങളെവിടെ? 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 എന്തിനാ മോനെ ഉർവതങ്ങളെ തിരയുന്നത്? ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. ഒരു കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ഒരു മകൻ മരിച്ച വാർത്തയുമായിട്ടൊരു മനുഷ്യൻ വന്നിരിക്കുകയാണ്. എങ്ങനെ പറയും പടച്ചവര്? അങ്ങനെ എല്ലാവരും സങ്കടത്തോടെ നിൽക്കുമ്പോ ഉർവതങ്ങൾ ഇതാ ബോധത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ അവിടത്തെ കാല് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ മുറിച്ചു മാറ്റി തങ്ങളെ. മറുപടി എന്തെന്നറിയുവോ? ഇന്നാലില്ലാ അൽഹംദുലില്ലാ. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറയുന്നു അൽഹംദുലില്ലാ. കുടുംബക്കാരൻ പറഞ്ഞു, തങ്ങളെ ഏറ്റവും ചെറിയ മകനും മരിച്ചുപോയി തങ്ങളെ. മറുപടി എന്തെന്നറിയോ? ഇന്നാലില്ലാ അൽഹംദുലില്ലാ. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞപ്പോ, സ്വന്തം മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അൽഹംദുലില്ലാ പറയുന്നത് എന്തേ തങ്ങള്? അൽഹംദുലില്ലാ പറയുന്നത് എന്തേ തങ്ങള്? മറുപടി എന്തെന്നറിയോ? ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്നവരെ ഉർവതങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലുമില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. അൽഹംദുലില്ലാ.
അല്ലാഹു എനിക്കൊരുപാട് മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. അൽഹംദുലില്ലാഹ്. ഈ സ്വഭാവമാണോ നമുക്ക് വേണ്ടത്? നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം. എല്ലാം അല്ല പറഞ്ഞിട്ടുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം ഭയം കൊടുക്കുകയാണ്, പട്ടിണി കൊടുക്കുകയാണ്, സാമ്പത്തിക നഷ്ടം കൊടുക്കുകയാണ്, കച്ചവടങ്ങൾ തകർക്കുകയാണ്, സാമ്പത്തികമായി തകർക്കുകയാണ്, രോഗങ്ങൾ തരികയാണ്, മരണം തരികയാ. അല്ലാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുമ്പോ നീ പറയണം ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഈ മക്കാമിന്റെ അകത്ത് കിടക്കുന്നവർക്ക് ഒന്ന്, അവർക്ക് അല്ലാഹുവിനെ പേടിയില്ല. രണ്ട്, അവർക്ക് സങ്കടമില്ലടോ, അവർക്ക് നിരാശയില്ലടോ. നഷ്ടപ്പെട്ടതോർത്തിട്ട് അവർക്ക് വിഷമമില്ലായിരുന്നു. അത് പറയുമ്പോ നിങ്ങൾ പറയും, ഉസ്താദ് അതൊക്കെ ഔലിയാക്കന്മാരുടെ കഥയല്ലേ, ഞങ്ങളൊക്കെ പാവപ്പെട്ടവരല്ലേ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരല്ലേ. സഹോദരാ, നിനക്കും ഇവരെ പോലെയാകണോ? നിനക്കും ഇവരെ പോലെയാകണോ? നമ്മൾ പറയും, ഉസ്താദേ അതൊക്കെ ഔലിയാക്കന്മാരല്ലേ, നമ്മള് ജാഹിരീങ്ങള് കടലിൽ പോയി മീൻ പിടിക്കുന്ന പാവപ്പെട്ട ഞങ്ങളോട് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞാൽ പറ്റുമോ? എൻ്റെ പൊന്നാര ചങ്ങാതി, അവരെ പോലെ നിനക്ക് ആകണോ? ഇവരെ പോലെ നിങ്ങൾക്കും ആകണോ? എടോ, നല്ല ജീവിതം വേണോ? അള്ളാഹു പറയുകയാ, അള്ളാഹു പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യും. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ. അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. നിർത്താറായോ? 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 പിന്നെന്തിനാ വാച്ചി നോക്കണേ? അള്ളാഹു ആ മനുഷ്യൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഇത്തിരി വെള്ളം ഒഴിയുക, ചൂടുവെള്ളം. നിർത്താറായ? 10 മിനിറ്റും കൂടി ഇരിക്കുമോ? 10 മിനിറ്റും കൂടി ഇരിക്കുമോ? പറയിരിക്കുമോ? പറയണോ നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഭൂരിപക്ഷം പേര് പൊക്കിയാൽ പറയാം. താത്താമാരൊക്കെ പറയണം. മോതിരവും വളയൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ കയ്യിലും കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഞാൻ പിരിക്കാനൊന്നും ഇല്ലപ്പാ. ഇവിടുത്തെ ചെയർമാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ മൊത്തം ഇവിടെ കഴിവിൻ്റെ പരമാവധി എല്ലാം ഇവിടുത്തെ ഒരു സ്കൂളെങ്ങാണ്ടല്ലേ, അൽഹംദുലില്ലാ അതൊക്കെ പണിത് നല്ല നിലയിലായ നിനക്കൊരു വരുമാനമാണ്. അപ്പം എൻ്റെ പണിക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പിരിവുകൾ, ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് സഹോദരങ്ങൾ സദക്ക കൊടുത്തു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ഇവിടെ പിരിക്കാമെന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. റോഡിലൂടെ പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ടോ? ഓൻ്റെ അടുത്ത് പോയിട്ട് പറയുന്ന ഒരു കരിമ്പ് ജ്യൂസ് വേണം. ഓനൊരു 3 കരിമ്പെടുത്താൽ മെഷീനകത്ത് കയറ്റി വെക്കും. തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടടിക്കും. അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ലാസ്റ്റ് ഓനതിങ്ങനെ മടക്കും. നമ്മൾ വിചാരിക്കും കളയാനായിരിക്കുന്നു. അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ട് അവസാനം ഇങ്ങനെ എടുത്ത് മടക്കും. എന്നിട്ട് ഓനൊരു നാരങ്ങായി ഒരു ഇഞ്ചിയും കൂടെ കയറ്റി വെച്ചിട്ട് വീണ്ടും ഒരു അടിയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പിരിവെന്ന് പറഞ്ഞാൽ ആ അടിയാ. എനിക്ക് വയ്യടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താ? ഇവിടെ അള്ളാഹു പറയുക, നിങ്ങളുടെ ആഗ്രഹം എന്താ? നമ്മുടെ ആഗ്രഹം എന്താ? അള്ളാഹ് പറയുന്നു, നിനക്ക് നല്ല ജീവിതം വേണോ മോനെ? നിങ്ങൾക്ക് അള്ളാഹു പറയുന്ന നിനക്ക് എന്താ വേണ്ട? നീ അംബാനിയെ നോക്കിയിരിക്കുന്ന എന്തിനാടാ? 5000 കോടി വെച്ച് കല്യാണം. നീ എന്തിനാ ഓനെ നോക്കണേ? ഓൻ്റെ കയ്യിൽ എന്തുണ്ടെന്നാ നിന്റെ വിചാരം? എടാ, നീ എന്തിനാ ഈ പണക്കാരൊക്കെ നോക്കുന്ന? അള്ളാഹ് ചോദിക്കുന്നത്, എടാ ഓനെക്കാലം നല്ലതുപോലെ നിനക്ക് ജീവിക്കണോ? ഓൻ ഇന്ത്യയിലെ പണക്കാരനല്ലേ? നിനക്ക് ലോകത്തിലെ പണക്കാരനെക്കാലം നല്ലതുപോലെ ജീവിക്കണോ? അള്ളാഹു പറയാ, ഞാൻ തരാം. ഏറ്റവും നല്ല ജീവിതം നിനക്ക് ഞാൻ തരാം. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ.
ഏറ്റവും നല്ല ജീവിതം, രാജാക്കന്മാരെ പോലെ ജീവിക്കാം. എന്ത് ചെയ്താൽ മതി? നല്ല കാര്യം ചെയ്യ്. നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് ഏറ്റവും നല്ല ജീവിതം ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യ്. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ദ്രോഹിക്കല്ലേ, ആരെയും ദ്രോഹിക്കാതെ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ നീ ചെയ്യ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്താ? 5 നേരം നിസ്കരിക്കല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കുന്നതിനേക്കാളും വലിയ പുണ്യമുണ്ടോ? ഒരാൾ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി, അവൻ ആദ്യം നിർബന്ധമാകുന്ന എന്താ? നിസ്കാരം. ആ വക്കത്ത് നിസ്കാരം. സമയമുണ്ടെങ്കിൽ അപ്പം തന്നെ നിസ്കരിക്കണം. പഠിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അറിയണ പോലെ നിസ്കരിച്ചേക്കണം. പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാ. എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് കടലിൽ ഒരാഴ്ചയായിട്ട് പോകുന്നവർക്കൊക്കെ ഇത്തിരി പ്രയാസമാണെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കടലിൽ മീനില്ലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കടലിൽ മീനില്ലേ? ഉണ്ടോ ഇല്ലേ? എന്താ ചങ്ങായി, എന്താ പോയാ? ഇവിടെ കടലിൽ മീനുണ്ടോ? മീനാ? നിനക്ക് കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? കടലിൽ മീനില്ലെന്ന് പറയാം. ഞാൻ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ. ഞാൻ പോയിട്ടുണ്ടോ? ഞാൻ താനൂര് ഞാൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. പഠിച്ചോ, ഇവർ മൊത്തം ക്യാമറയും വെച്ചോണ്ടാണ് നടക്കണേ. എന്താടാ കാണുന്നത്? അത് അയിലേ അവസ്ഥ. അതെ, ക്യാമറ വെച്ചേക്ക ചുമന്നത് ഒരു നിറവ. അയിലയ്ക്ക് പ്രത്യേകം, മത്തിക്ക് പ്രത്യേകവും. അപ്പം ഇങ്ങനെ ബോട്ട് പോകുന്നുണ്ട്, നമ്മുടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ ബോട്ട് പോകുന്നുണ്ട്. ഓനൊന്നും കിട്ടിയില്ല. നമ്മൾ പോയ ബോട്ട് വല ഇട്ടപ്പോഴത്തേക്ക് 10-14 ലക്ഷം രൂപയുടെ മീൻ. അതാ അള്ളാ. നിമിഷ നേരം അതാ അള്ളാ. റിസ്ക് തരുന്നവൻ അള്ളാഹുവാ. നിനക്ക് കിട്ടാത്തതിന് കടലിൽ മീനില്ലെന്ന് പറയരുത്. കടലിൽ ആവശ്യത്തിന് മീനുണ്ട്. കിട്ടാത്തത് നിന്റെ കുഴപ്പം കൊണ്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും റിസ്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ കഷ്ടപ്പെടുന്നേ? എന്തിനാ ജോലിക്ക് പോണേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിന്റെ ആഗ്രഹം എന്താ? മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ഭാര്യയും ഭർത്താവും മക്കളും ഭക്ഷണം കഴിച്ച് ജീവിക്കണം. ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? അതല്ലേ വേണ്ടേ? അതോ പിരിവെടുത്ത് ജീവിക്കണോ? ഇവിടെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും തിന്നാൻ വേണം. അതിനല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നേ? ആണോ? അല്ലേ? അതിന് നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? നീ എന്തിനാ തലകുത്തി മറിയുന്നേ? നിന്നെ ഞാൻ ചോദിക്കട്ടെ, സമയത്ത് ആഹാരം കഴിക്കണ എത്ര പേരുണ്ട്? അള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ട് പറ, സമയത്ത് ആഹാരം കഴിക്കണ എത്ര പേരുണ്ട്? സമയത്ത് ഉറങ്ങുന്ന എത്ര പേരുണ്ട്? കെട്ടിയ പെണ്ണും പിള്ളയെ സ്നേഹിക്കാൻ നിനക്ക് സമയമുണ്ടോ? നിന്റെ പൊന്നു മക്കളെ വന്ന് പുറത്തു കൊണ്ടുപോകാൻ നിനക്ക് സമയമുണ്ടോ? നിനക്കൊന്നിനും സമയമില്ല. തെക്ക് വടക്ക് 24 മണിക്കൂറും നിനക്ക് ബിസി. രാവെന്നില്ല പകലെന്നില്ല, ഇങ്ങനെ നടക്കുക. എന്ത് ചങ്ങാതി! അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ നിനക്ക് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എടാ, എങ്ങനെ അള്ളാന്റെ ഖുർആൻ പറയുന്ന നിനക്കും അള്ളാഹ് പറഞ്ഞു, നീ എന്തിനാ തലകുത്തി മറിയുന്ന? എന്തിനാ? ഞാൻ ഖുർആനാ പറയുന്നേ. അള്ളാഹു പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മാസമല്ല, ഒരു കൊല്ലമല്ല, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് എങ്ങനെ പറഞ്ഞാൽ പറ്റിക്കോ? ഇല്ല. അള്ളാഹ് പറഞ്ഞു, നിനക്ക് തിന്നാൻ മതിയോ? എടാ, അംബാനിയുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും, ഈ നാട്ടിലെ ഏത് വീടിൻ്റെ അകത്ത് തിന്നാൻ ഭക്ഷണമില്ലെങ്കിലും, നിന്റെ വീടിൻ്റെ അകത്ത് തിന്നാനില്ലാതെ നിന്റെ മക്കളോ നിന്റെ ഭാര്യയോ കരയത്തില്ല. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു കാര്യം ഒറ്റ നന്മ ചെയ്താൽ മതി. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ പോവാന്ന്. അല്ല. പൈസ കൊടുക്കണോ? വേണ്ട. ഉറക്കം ഒഴിയണോ? വേണ്ട. തലകുത്തി നിൽക്കണോ? വേണ്ട. ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം നിനക്ക് നിന്റെ റബ്ബ് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ഉറക്ക പറഞ്ഞോ? പൈസ പണിയില്ല, പൈസയുടെ കഷ്ടപ്പാടില്ല, ഉറക്കത്തിൻ്റെ കഷ്ടപ്പാടിലൊന്നുമില്ല. ഒരു നന്മ ചെയ്താൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ബേജാറാവണ്ട. ഏതാ? കുറിവിട്ടി പോ, ഖുർആൻ എടുക്ക്, സൂറത്തു ത്വാഹ ഏറ്റവും അവസാനത്തെ പേജ് എടുക്ക്. അള്ളാഹു പറയുന്നു,
വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. ഇതായിരിക്കുന്നു ഉസ്താദ് അർത്ഥം ചോദിയിര്. അല്ലെങ്കിൽ നീ വീട്ടിൽ പോയി എടുത്ത് നോക്ക്. അള്ളാഹു പറയുന്നു 5 നേരം പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും? ഉറക്കപ്പറ, ആര് തരും? എന്ത് ചെയ്താ? നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം റബ്ബു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഇത്ര പേരിയ്ക്കുന്നല്ലോ. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ സത്യം പറ, ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉള്ളത് പറ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇത് നിങ്ങൾ ചിരിക്കുന്ന എന്തേ? ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ഒരാൾ കൈവക്കിക്കേ. തിരിഞ്ഞു നോക്കണ്ടടാ, എന്തായാലും നിങ്ങളുടെ വാപ്പ വെക്കൂല. എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന, എല്ലാ ദിവസവും നല്ല നെത്തോലി അല്ല കേട്ടോ, നല്ല മീൻ തിന്നുന്ന എൻ്റെ പൊന്നാരെ ചങ്ങാതി ഉസ്താദന്മാരാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ആർക്കാ? കൂലിപ്പണിക്ക് പോകുന്നവനുണ്ടോ? 900 1000 ഇല്ലേപ്പാ? അത്തീവൊന്നും മിണ്ടുന്നില്ല. 10-27 കൊല്ലമായില്ലേ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞേട്ടെ, എനിക്ക് അറിയില്ല. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ആർക്കാ? പണ്ട് പെണ്ണുങ്ങളെ ഉസ്താദ് പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് വേണ്ട, അങ്ങാർക്ക് ശമ്പളമൊന്നും ഇല്ല, എന്നിട്ട് ഗൾഫുകാരനെ കെട്ടി. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം എങ്ങനെയുണ്ട്? അള്ളാഹു കാത്തിരക്ഷിക്കമാണ്. ഞാനൊന്നും പറയണില്ല. ഒന്നാമത് പെണ്ണുങ്ങളൊന്നും പറയാൻ പറ്റൂലടോ. കേസ് ഏത് വഴിയിലാണ് വരുന്നതെന്നറിയില്ല. സത്യം എനിക്ക് ലൈവെന്ന് പറഞ്ഞാൽ പേടിയപ്പം. ഞാൻ പണ്ട് 9 കൊല്ലം മുമ്പ് ഒരിക്കൽ വയത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. 29 കേസുണ്ട് എനിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവർ തൊട്ട കേസാ. ഇവരെ മഹദീന്ന് വിളിക്കണമെന്നാ, എടീന്ന് പോലും വിളിക്കരുത്, അതും കേസാ. അല്ലാഹു അലം. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ.